ശമ്പളം മാത്രമാണ് നിങ്ങളുടെ ഏക വരുമാനമെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് വെറും ഒരു വഴി മാത്രം അകലെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എമർജൻസി കേസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമായാൽ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി വരാൻ വൈകുകയാണെങ്കിൽ, പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻസ് എല്ലാം തകരുകയും അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇനി മുതൽ ഒരു ലക്ഷറി അല്ല, അത് സർവൈവൽ ആണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാസീവ് ഇൻകം എന്താണ്, ഡിഫറെന്റ് ഇൻകം ടൈപ്സ്, അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന ഐഡിയാസ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാർട്ട് ടൈം ട്രാപ്സിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പാസീവ് ഇൻകം, അത് എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ വഴികളാണുള്ളത് എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് പാസീവ് ഇൻകം എന്ന് മനസ്സിലാക്കാം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ നമുക്ക് ഫ്രീ ആയി പണം ലഭിക്കുന്ന ഒരു കാര്യമല്ല. പാസീവ് ഇൻകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു തവണ നമ്മൾ എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായി അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. ഇതിൽ നമ്മൾ വളരെ കുറച്ച് ഇൻവോൾവ്മെന്റ് മാത്രം നൽകിയാൽ മതിയാകും. ഇത് നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഇൻകം ഐഡിയാസിനെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ 4 ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്കിൽ വേണ്ട, ഹാർഡ് വർക്ക് വേണ്ട, ലേബർ കോസ്റ്റും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാം. രണ്ടാമത്തേത് എഫേർട്ട് വേണം, നമ്മളുടെ ഹോബി അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്. അത്തരത്തിൽ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഡിജിറ്റൽ സ്കില്ലിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. മൂന്നാമത്തേത് ഡിജിറ്റൽ സ്കിൽ ആൻഡ് നോളജ് ആവശ്യമായത്. നാലാമത്തേത് നിങ്ങളുടെ മണി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും വിശദമായി മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പ്രോഡക്റ്റ് റെന്റിനായി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനോ റെന്റ് എമൗണ്ട് നേടാവുന്നതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു DSLR ക്യാമറ ഉണ്ടെന്ന് കരുതുക. അത് നമ്മളുടെ വീട്ടിൽ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ആ ഒരു വസ്തു, ആ ഒരു ക്യാമറ നമ്മൾ മറ്റൊരാൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് നൽകുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു റെന്റ് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന വസ്തുവിൽ നിന്ന് നമുക്കൊരു പാസീവ് ഇൻകം നേടാൻ സാധിക്കും. DSLR മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഡ്രോണോ അല്ലെങ്കിൽ ലൈറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം നേടാവുന്നതാണ്. നിരവധി ഇവന്റുകളാണ് വരുന്നത്. വെഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റീൽ ക്രിയേറ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ലൈറ്റും ഡ്രോണുകളും ഒക്കെ ആവശ്യമുണ്ട്. നമ്മളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നമ്മൾ അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് യൂസ്ഫുൾ ആയി മാറുകയും നമുക്ക് അതിൽ നിന്ന് വരുമാന മാർഗം ലഭിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണമാണ് MD റൂം സ്റ്റുഡിയോ സെറ്റപ്പ്. നമ്മളുടെ കേരളത്തിൽ പലരും വലിയ വലിയ വീടുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സ്പേസ് നമ്മളുടെ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ആ ഒരു സ്പേസ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പായി മാറ്റുകയാണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് റെന്റ് നൽകുകയും ആ ഒരു സ്ഥലത്തിൽ നിന്ന് നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് പോഡ്കാസ്റ്റ് സെറ്റപ്പ്. ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ പലരും ഇന്റർവ്യൂ, പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്പേസിലോ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മളുടെ ആ ഒരു സ്ഥലത്ത് വരികയും ഇത്തരത്തിൽ അവർ നമ്മളുടെ സ്റ്റുഡിയോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഒരു റെന്റ് വാങ്ങുകയും അത് നമുക്കൊരു പാസീവ് ഇൻകമായി മാറുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണമാണ് MD ലാൻഡ് പാർക്കിംഗ് ഏരിയ. നമുക്ക് കുറച്ച് സ്ഥലം നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെറുതെ അവിടെ ഇട്ടിരിക്കുന്നതിലും നല്ലതാണ് അതിനൊരു പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുക. അപ്പോൾ ഓരോ വണ്ടികളും അല്ലെങ്കിൽ ബൈക്കുകളോ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറിലും നമ്മൾ ഇത്ര രൂപ ഒരു ഫീസായി വാങ്ങുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാനും സാധിക്കും. അവിടെ നിന്ന് നമുക്ക് വരുമാനം നേടാനും സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങൾക്കും നമുക്ക് വലിയ സ്കില്ലോ അല്ലെങ്കിൽ ഹാർഡ് വർക്കോ ഒന്നും തന്നെ വേണ്ട. നമ്മളുടെ അസറ്റ് തന്നെ നമുക്കൊരു വരുമാനമായി മാറിയിരിക്കുകയാണ്. നമ്മൾ വെറുതെ ഉപയോഗിക്കാതിട്ടിരിക്കുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു റൂം, അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായി എടുത്ത് മാറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറിയാണ് എഫേർട്ട് വേണം പക്ഷേ ഡിജിറ്റൽ സ്കില്ലിന്റെ ആവശ്യമില്ല. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഹോം മേക്കേഴ്സ്, അതുപോലെ തന്നെ റിട്ടയർഡ്
ആയിട്ടുള്ള ആളുകൾ, അതും അല്ലെങ്കിൽ ഓഫ്ലൈൻ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്നിവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് കാറ്ററിംഗ് ഹോം മെയ്ഡ് ഫുഡ്സ്. ഭക്ഷണത്തിന് ഒരിക്കലും ഡിമാൻഡ് കുറയുന്നില്ല. നിങ്ങളിപ്പോൾ സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും ഭക്ഷണത്തിന് ഒരിക്കലും ഡിമാൻഡ് കുറയുന്നില്ല. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് നല്ല ക്വാളിറ്റിയായി സർവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു സിറ്റിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരുപാട് ടെക് പാർക്ക് അല്ലെങ്കിൽ മറ്റ് ഓഫീസുകൾ, കമ്പനികൾ ഉണ്ടാകും. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് ലഞ്ച് ബോക്സ് എന്ന രീതിയിൽ അവർക്ക് എത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ഡിന്നർ ആണ് ആവശ്യമെങ്കിൽ ഡിന്നർ ഒരു ബോക്സിലാക്കി അവർക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ആശയമായി മാറുകയും അതിൽ നിന്ന് നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ നമുക്ക് ദിവസേന ലഞ്ച് ബോക്സ് നൽകുകയും നമുക്ക് അതിലൂടെ ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു ഐഡിയ ആണ് ഇവന്റ് മാനേജ്മെന്റ്. ഇതിൽ നമുക്ക് വലിയ വെഡിങ്ങുകൾ ഒന്നും തന്നെ ആവശ്യമില്ല. ചെറിയ ചെറിയ ഇവന്റുകൾ തന്നെ ആദ്യം എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമല്ല അതിനുള്ളിൽ വരുന്നത്, അതിനുള്ളിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. ഫ്ലവേഴ്സ്, ഡെക്കറേഷൻ സർവീസ്, ക്യാമറ ഫോർ ഷൂട്ട് എന്നിങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, ഡെക്കറേഷൻ ആ ഒരു കാര്യങ്ങളാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫുഡ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റിലൂടെ നമുക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡിജിറ്റൽ സ്കിൽ ആൻഡ് നോളജ്. ഇത് മറ്റു രണ്ട് കാറ്റഗറിയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഹൈ ഗ്രോത്ത് കാറ്റഗറിയാണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് സോഷ്യൽ മീഡിയ. ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്യുക. അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്വന്തമായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ കഴിവ് ആ തരത്തിലുള്ള കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി വരികയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് അവർക്ക് ഒറ്റയ്ക്ക് അവരുടെ പേജ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പേജ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തംബ്നെയിൽ ഡിസൈനിങ്, എഡിറ്റിംഗ്, ക്യാൻവ എന്നീ കാര്യങ്ങളെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്വന്തമായി ഇല്ലാത്ത ആരും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അവർക്ക് അവരുടെ വീഡിയോസ് എല്ലാം ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് നോളജ് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം നേടാൻ സാധിക്കും. തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും. ക്യാൻവ ഉണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് അതിൽ നിന്നും വരുമാനം നേടാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു ഉദാഹരണമാണ് ഓൺലൈൻ ട്യൂട്ടോറിയൽസ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ചിലർക്ക് കുക്കിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് അങ്ങനെ സ്കില്ലൊന്നും ഉണ്ടാകില്ല. പക്ഷെ പഠിക്കാനും പഠിപ്പിക്കാനും വളരെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെ സ്കില്ലുള്ള ആളുകളും ഒന്നുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട, നിങ്ങൾക്കും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉള്ളത്, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയി മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്, ആ ഒരു വിഷയം ചൂസ് ചെയ്ത് അതിൽ ഓൺലൈനായി നമുക്ക് ട്യൂഷൻ എടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്നും നമുക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഏത് സബ്ജക്റ്റും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു ലാംഗ്വേജ് നല്ലതായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. സയൻസ്, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് എന്നിങ്ങനെയുള്ള ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാത്ത ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആ ഒരു മറ്റൊരു വ്യക്തിക്കോ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം നേടാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഓൺലൈനായി ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിൽ ഓരോ സബ്ജക്റ്റിനും ഫീസ് ലഭിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ കാറ്റഗറിയാണ് മണി വർക്ക് ചെയ്യുന്ന പാസീവ് ഇൻകം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം തന്നെയാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ട്രൂ പാസീവ് ഇൻകം. ഇവിടെ ലേബർ ഇല്ല, അതുപോലെ തന്നെ ഡെയിലി എഫേർട്ടും ഇല്ല. സേഫായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് 7.4% പലിശ നേടാൻ സാധിക്കും. നിങ്ങളുടേത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് 9250 രൂപയാണ്. അതായത് നമ്മളൊരു പണം നിക്ഷേപിക്കുന്നു, ആ ഒരു പണം തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനെ മന്ത്ലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക വരികയും ആ തുക നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതും ഒരു പാസീവ് ഇൻകമായി നമുക്ക് കണക്കാക്കാം. മറ്റൊരു ഉദാഹരണമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഈ ഒരു പദ്ധതിയിൽ നമ്മൾ
നിക്ഷേപിക്കുകയാണെങ്കിൽ 8.2% പലിശ ലഭിക്കുന്നു. ക്വാർട്ടർലി, അതായത് 3 മാസത്തിൽ ഒരിക്കൽ ഒരു തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മളുടെ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കി ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഒരു തുക ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഒരു പണം തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് ആ ഒരു തുക, അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നമുക്കൊരു പാസീവ് ഇൻകമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, ആനുറ്റി സ്കീം എന്നിങ്ങനെ പല പദ്ധതികളുമുണ്ട്. ഈ പദ്ധതികളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മണി തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും നമുക്ക് അതിൽ നിന്ന് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഈ ഒരു 4 കാറ്റഗറീസും വളരെ വ്യക്തമായി വിശദമാക്കി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ പലരും പാർട്ട് ടൈം ജോബുകൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില പാർട്ട് ടൈം ജോബുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാർട്ട് ടൈം ജോബിൽ ആദ്യം വരുന്നത് ഗ്യാരണ്ടീഡ് ഡെയിലി ഇൻകം ആപ്സ്. ഇത്തരത്തിൽ നമ്മൾ പല ആഡുകളും കാണാറുണ്ട്. 300 രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി ഞങ്ങൾ തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ 1000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി തിരിച്ചു തരും. പലരും ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ ക്ലിക്ക് ചെയ്യുകയും ആദ്യം ചെറിയ എമൗണ്ട് നൽകുന്നു, അവർ നമുക്ക് തിരിച്ചു തരുന്നു. കുറച്ചുകൂടെ വലിയ എമൗണ്ട് നൽകുന്നു, അതും തിരിച്ചു കിട്ടുന്നു. അങ്ങനെ നമ്മൾക്ക് ആ ഒരു ആപ്പിനോട് ട്രസ്റ്റ് കൂടുകയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വലിയ എമൗണ്ടുകൾ നിക്ഷേപിക്കാനും തുടങ്ങുന്നു. അത്തരത്തിൽ നമ്മൾ ഡെയിലി ഇത്തരത്തിൽ ഓരോ തുക നൽകി ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വലിയ എമൗണ്ട് നിക്ഷേപിക്കുകയും പിന്നെ അത് തിരിച്ചു കിട്ടാതെ വരികയും ചെയ്യുന്നു. പിന്നെ ആ ഒരു ആപ്പ് തന്നെ ഡിസപ്പയർ ആയി പോകുന്നു. ഇങ്ങനെ പലരും ഇത്തരത്തിലുള്ള ഫേക്ക് ആപ്പുകളിൽ കുടുങ്ങി അവരുടെ പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ട് ടൈം ജോബ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയി കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ടെലഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ്സ്. 30 ദിവസത്തിൽ നിങ്ങളുടെ പണം ഡബിൾ ആക്കി തരാം എന്നിങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ നൽകി ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ വലിയ തുക അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നെ അത് നമ്മളുടെ കയ്യിൽ നിന്ന് മുഴുവൻ തുകയും നഷ്ടമായി പോകുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബിൽ ഒന്നും തന്നെ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും സെബി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം അത് ഫേക്ക് ആയിരിക്കും. നമ്മൾ നൽകുന്ന പണം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബുകൾ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പല ആപ്പുകളുമുണ്ട്. അതിലൊന്നും കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ജെനുവിനായി പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അത് 4 കാറ്റഗറീസ് ആയി തിരിച്ച് ഞാൻ ഓരോന്നും എക്സാമ്പിൾ സഹിതം വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തൊക്കെ പാർട്ട് ടൈം ജോലികളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് മെൻഷൻ ചെയ്താൽ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.